ഈ ലോകത്ത് അച്ഛൻ ആരാണെന്ന് അറിയണം. അപ്പം അതിന് എന്താണോ ഈശ്വരൻ കണ്ടിരിക്കുന്നത് ആ മാർഗം ഈശ്വരനാണ് അത്. എന്നാൽ അതുകൊണ്ടാണ് ഈശ്വരൻ ആ മാർഗം എന്നുകൊണ്ടാണ് ഇത്രയും ലോകം അറിഞ്ഞത്. അപ്പം അതങ്ങനെ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു. അതങ്ങനെ ചെയ്യണം, നമ്മളത് ചെയ്യണം. അത് ആ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ ലോകം അറിഞ്ഞത്. അച്ഛനും ഈ ഈശ്വരനെ അറിഞ്ഞത് അതുകൊണ്ടാണ്, ഈ മഹാക്ഷേത്രത്തെ അറിഞ്ഞത് അതുകൊണ്ടാണ്. ഈ പ്രപഞ്ചം മൊത്തം അറിഞ്ഞില്ലേ, അതുകൊണ്ടാണ് അറിഞ്ഞത്. നിലയെന്ന് പറഞ്ഞാൽ കാഴ്ച 78 വയസ്സ് ഇനി പറഞ്ഞാൽ ഈ ആഫ്രിൽ മേലാവും. ഇതുണ്ട്, കാഴ്ചയ്ക്ക് മങ്ങലുണ്ട്. അപ്പം തിമിരമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ണിൽ ഈ തുള്ളി മരുന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചാടി ഓടി നമ്മളെ പോലെ ഇറങ്ങി എനിക്ക് ഇതാ ഇപ്പം വയ്യ, നീ നടക്കാൻ തന്നെ വയ്യ, ഇരുന്നപ്പോൾ ശ്വാസം നേരെ വിടുന്നത്. കണ്ണിൻ്റെ കാഴ്ച മങ്ങലുണ്ട്. ഒരു പടിയിൽ ചവിട്ടാൻ അടുത്ത പടി ഇങ്ങനെ ശില്പയൊന്ന് പേടിച്ച് അച്ഛാ കൈ ഒന്ന് സഹായിക്കും ഈ പടി ഇറങ്ങുമ്പോൾ, അല്ല നേരെ അങ്ങ് നടക്കും. മരിക്കാൻ സമയത്ത് ഇപ്പോഴത്തെ ഒരു അസുഖമില്ല, ഭഗവാനാണ് നിറവിട് സാധ്യത. കൈലാസാനത് ഈ മരിക്കാൻ സമയത്ത് ഒരു അസുഖമില്ലായിരുന്നു. ഈ മരിക്കണേന് 2 ദിവസത്തേക്ക് മുമ്പ് ഞങ്ങൾ ഓർഡർ കൊടുത്തിരിക്കുന്നു. പശുവിനെ വിറ്റ് കിട്ടിയ പൈസ കൊണ്ടാണ് കൊടുത്തത്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാര്യം അതാണ് ഇപ്പം ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ധർമ്മസങ്കടത്തിലായിരിക്കുന്നത്. സന്തകം കമ്പനിയിൽ ഇടയ്ക്ക് പോയെങ്കിലും അവനും ലോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെ. എങ്കിലും ഭഗവാന്റെ കാര്യങ്ങൾ കൈലാസ മഹാദേവന്റെ സഹായം കൊണ്ട് എല്ലാം ഭഗവാൻ നടത്തും എന്നുള്ള ഒരു മനസ്സിന്റെ ഉറപ്പ് കൊണ്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. ഒരു പശു ഉണ്ട്, ആ പയ്യന്റെ ഭാഗത്ത് അവർ നോക്ക തന്നെ അത് കറക്കണ പശുവാണ്. അപ്പൊ ആ പൈസ വെച്ചാണ് ഞങ്ങൾ ഇപ്പം ജീവിച്ചുകൊണ്ടിരുന്നത്. ഇനി ഒരു പശു കൂടെ ഉണ്ട്, ഇനി ഉണ്ട്, അവിടെ നിൽക്കണം, ഇനി കൊണ്ടുവന്നില്ല. അല്ല അതിനെ കൊടുക്കാൻ പോവാണോ? അത് ഇനി കൊടുത്താൽ നമ്മളാരും കഷ്ടമാവും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമാധി സമാധി സമാധി. ഇപ്പോൾ സമാധി മാറി മരണമായി. ഓ നമ ശിവായ, ശിവനെ കൈലാസനാഥ എന്നൊക്കെ പറഞ്ഞു. ആരെങ്കിലും അബദ്ധത്തിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ അവരെ തിരുത്തി മക്കളും അമ്മയും പറയും, എന്താണ് സമാധി എന്ന് പറയൂ, മരണം എന്ന് പറയരുത്, ഇതൊരു സമാധിയാണ്. അങ്ങനെ പറഞ്ഞിരുന്ന അമ്മച്ചിയാണ് ഇപ്പം പറയുന്നു മരിച്ചു എന്ന്. എന്തൊരു വിരോധാഭാസമാണിത്. ഈ ഇടയ്ക്ക് അമ്മച്ചി പുതിയതായി ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അതിനകത്തല്ല അമ്മച്ചി ഗോപൻ സ്വാമി എങ്ങനെയാണ് മരിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെ അമ്മച്ചി പലപ്പോഴും പല കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം പറഞ്ഞിരുന്നു ഷുഗറിൻ്റെ ഗുളിക കഴിച്ചു, പ്രഷറിൻ്റെ ഗുളിക കഴിച്ചു, ഇൻസുലിനും എടുത്തിട്ട് പോയി സമാധിയായിട്ട് ഇരുന്നു എന്ന്. എന്നാൽ ഇപ്പോൾ അമ്മച്ചി പറയുന്നു യാതൊരു അസുഖമോ ഇല്ലായിരുന്നു. അത് ശിവനെയൊക്കെ തൊട്ട് സത്യം ചെയ്തിട്ടാണ് പറയുന്നത്, യാതൊരു അസുഖവും ഇല്ലായിരുന്നു. എന്നാൽ എന്തു പറ്റിയെന്ന് വെച്ചാൽ ഈ പായസവും പാൽപ്പായസവും നിവേദ്യമൊക്കെ കഴിച്ച് ഷുഗർ അങ്ങ് കൂടി. അപ്പോൾ അടുത്തുള്ള ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഷുഗറും പ്രഷറൊക്കെ കൂടിയിട്ടുണ്ട്, ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, മരുന്നൊക്കെ കഴിക്കണമെന്ന്. അപ്പം ചെറുതായിട്ട് 1-2 ഗുളികകൾ, പിന്നെ ഒരു ഇൻസുലിനും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഡയബറ്റിക് സംബന്ധമായിട്ടുള്ള ഒരു മുറിവുണ്ടായിരുന്നു എന്നും പറയുന്നു. ഇതൊന്നും അസുഖമല്ല. പിന്നെ കണ്ണിന് മങ്ങലുണ്ട്. കണ്ണട വെച്ച് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചു കാലം കൂടെ ഗോപൻ സ്വാമിക്ക് കണ്ണ് കണ്ട് നടക്കായിരുന്നു. എന്നാൽ എന്ത് ചെയ്യാനാ, അവർ കണ്ണട വാങ്ങിക്കൊടുത്തില്ല. അങ്ങനെ രാവിലെ ചായ ഉണ്ടാക്കി കൊടുത്തു, പിന്നെ പാല് കാച്ചി കൊടുത്തു, പിന്നെ കുറച്ച് കഞ്ഞി കൊടുത്തു. കഞ്ഞിയിൽ എന്താണോ വെച്ച് കൊടുത്തതെന്ന് ഒരു പിടിയില്ല. അതൊക്കെ റിപ്പോർട്ട് വരുമ്പോൾ നമുക്കറിയാം, പരിശോധന ഫലം വരുമ്പോൾ അറിയാം കഞ്ഞിക്കകത്തിന് എന്തെങ്കിലും ഉണ്ടായിരുന്നു. അങ്ങനെ കഞ്ഞി കുടിച്ച് ഈ ഗോപൻ സ്വാമി മകൻ്റെ കൈയും പിടിച്ച് നേരെ പോയി സമാധിയിൽ. ഒറ്റയ്ക്ക് പോയി എന്നായിരുന്നു ആദ്യം പറഞ്ഞ്. എന്നാൽ ഇപ്പോൾ പറയുന്നു കണ്ണിന് ഇച്ചിരി മങ്ങലുള്ളത് കാരണം മകൻ്റെ കൈയും പിടിച്ചു പോയിന്ന്. മകൻ നേരെ കൊണ്ടേ കുഴി തള്ളി ഇട്ടോ എന്തോ. ഇപ്പോൾ കിടന്ന കിടപ്പിൽ കഞ്ഞിയുടെ കൂടെ വേറെ എന്തെങ്കിലും കൊടുത്ത് കട്ടിലോട് കൂടിയാണോ കൊണ്ടുപോയെന്നും അറിയില്ല. ഇതൊക്കെ പറഞ്ഞാലും ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പം മക്കളും കുടുംബക്കാരും പറഞ്ഞ ദൈവമാണെന്നാണ് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം ദൈവമാണ് ഇപ്പോൾ ഗോപൻ സ്വാമി. അപ്പം മക്കള് പറയുന്നതാണ് അതിലും രസം. നാനാജാതിയിൽപ്പെട്ടവർ വരുന്നു. ആരാണ് ഈ നാനാജാതിയിൽപ്പെട്ടവർ? മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ വരുന്നുണ്ടെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? എന്നാൽ ഇവർക്കെല്ലാം വിരോധികളല്ലേ? ആദ്യം പറഞ്ഞു ഗോപൻ സ്വാമിയുടെ കുടുംബക്കാർ ക്രിസ്ത്യാനികളായതുകൊണ്ട് ഇതേ അടുപ്പിക്കാൻ പറ്റില്ല. പിന്നെ പറയുന്നു മുസ്ലിങ്ങൾ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് പറ്റത്തില്ല. ഇവരെ സംബന്ധിച്ചിപ്പോൾ നാനാജാതി എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആണല്ലോ. ഇവർക്കാണ് ഇവരോട്ട് കാണാനും മേല. എന്നിട്ട് പറയാണ് ഇപ്പോൾ അവരെല്ലാം വരുന്നുണ്ടെന്ന്. ഈ സമാധി വെച്ച് ഇങ്ങനെ ഒരു പബ്ലിഷ് ചെയ്ത് എല്ലാം ചെയ്ത് ഇവരവിടെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ നോക്കി. അപ്പോൾ അതായി കഴിയുമ്പോൾ ഇപ്പോൾ നാനാ മതസ്ഥർ വരുന്നുണ്ട്. അവരുടെ പൈസയൊക്കെ വെക്കുമോ നിങ്ങൾക്ക്? അവർ ഒരു ഭണ്ണാരപ്പെട്ടി ഉണ്ടാക്കി വെച്ചാൽ ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളായ ആൾക്കാർ അവിടെ കൊണ്ടുപോയി പൈസ ഇട്ടാൽ ആ പൈസ നിങ്ങൾക്ക് ചിലവിനെടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സമുദായത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വന്ന് ചെയ്യണം. അവർക്ക് ഇച്ചിരി ബുദ്ധിയുള്ളവരെങ്ങാനും വന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് ഗുണം ഉപദേശിച്ച് തരട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഇനിയും നിങ്ങൾ പൊട്ടരെ പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മതിയാക്കുക. ഇവർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. അവരെന്ത് വിചാരിച്ചു, ഇതൊരു സ്വാമിയുടെ സമാധിയാണ് എന്നൊക്കെ പറഞ്ഞ് പബ്ലിഷ് ചെയ്ത് കുറച്ച് പേര് വന്നു കഴിഞ്ഞാൽ, കുറച്ച് പുത്തനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഉപജീവന മാർഗം ചെയ്യാമെന്നാണ് കരുതിയത്. ശിവലിംഗം മേടിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന പാൽ തന്നിരുന്ന പശുവിനെ അങ്ങ് വിറ്റു. അവരുടെ ഉപജീവന മാർഗമായിരുന്നു. അത് വിറ്റിട്ട് ഇപ്പൊ ശിവലിംഗത്തിന് ഓർഡർ കൊടുത്ത് കാത്തിരിക്കുകയാണ്. 41-ാം ദിവസം ശിവരാത്രിയുടെ അന്ന് ഇവർക്ക് ശിവലിംഗ പ്രതിഷ്ഠ ചെയ്യണം. അതിനുവേണ്ടി ഇതെല്ലാം കണക്ക് കൂട്ടി തന്നെയാണ് ഇവർ നേരത്തെ. അപ്പോഴും നമ്മൾ ചിന്തിക്കുകയായിരിക്കും കഞ്ഞിയിൽ എന്താണ് കൊടുത്തതെന്നുള്ളത്.
അപ്പോൾ ഈ ശിവലിംഗ പ്രതിഷ്ഠ നടത്തണം. അതും ഈ ഡെഡ് ബോഡിയെ കൊണ്ട് സമാധിയാക്കിയതിൻ്റെ മേലിലാണ് ഈ ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. ഹിന്ദുക്കളായ ആൾക്കാരൊക്കെ ഇതൊക്കെ വിശ്വസിക്കുമോ എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര വിചിത്രം. എന്തായാലും മനസ്സിലാക്കിയെടുത്തോളം ഹിന്ദുക്കൾ പോലും ഇപ്പോൾ അവരുടെ അടുത്ത് ചെല്ലുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ഇപ്പം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം മകൻ പറയുന്നു ഞങ്ങളുടെ അച്ഛൻ ദൈവമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ദൈവമായി ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയുന്നു. കേസിലേക്ക് പ്രതികളാവുമോ ദൈവം? അതോടൊപ്പം അദ്ദേഹം ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നു. അത് പിന്നെ പോട്ടെ, ഓരോ മതത്തിലും പെട്ട് അവരവരുടെ ദൈവങ്ങൾ ഭൂമിയിൽ വന്നപ്പം അവർക്ക് പറ്റുന്നതായ ജോലിയൊക്കെ ചെയ്താണ് അവർ ജീവിച്ചിരുന്നത്. ഈ വെട്ടുകേസിലെ പ്രതിയൊക്കെ എങ്ങനെയാണ് ദൈവമാകുന്നത്? എന്നാൽ മക്കൾ പറയുന്നത് ഇപ്പോൾ അവർ ദൈവമാണെന്ന്. അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ ഭയങ്കര ഇതായിരിക്കും കിട്ടാൻ പോണേ. അതുകൊണ്ടായിരിക്കാം ഇവരിങ്ങനെ എപ്പോഴും പറയുമ്പോഴിങ്ങനെ തന്നെ പറയുന്നത് ദൈവമാണ്, ഭഗവാന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഈശ്വരൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നൊക്കെ പറയുന്നത്. നിരവധി ആൾ ദൈവങ്ങളെ ആരാധിക്കുന്നിടത്ത് ഒരു ഗോപൻ സ്വാമി ദൈവമായിട്ടിരുന്നാൽ എന്താണ് കുഴപ്പം?